ഹലോ നമസ്കാരം, ഇത് പ്രിയങ്കയാണ്. പ്രിയങ്കാസ് ബ്ലോഗ്. നമ്മൾ കുറേ നാളായിട്ട് നാടൻ റെസിപ്പീസ് അല്ലേ ഉണ്ടാക്കുന്നത്. ഇത്തവണ നമുക്കൊരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കാം, പാസ്ത. അത് എനിക്കിഷ്ടപ്പെട്ട ഒരു വേർഷനിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒലീവ് ഓയിലാണെങ്കിലും ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുത്തതേ ഉള്ളൂ. അതിലേക്ക് ഒരു 2 ഗാർലിക്ക്, ഇതിൻ്റെ പച്ചച്ചൊവ്വ മാറ്റാൻ. അതിനൊരു സ്മെല്ല് വരുമല്ലോ ഈ ഗാർലിക്കിന്. സ്മെല്ല് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് പാസ്ത വേവിക്കാനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള. 1 ടീസ്പൂണിന് അടുത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് പാസ്ത ഇങ്ങനത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇത് കണ്ടോ, നമ്മുടെ ഗാർലിക്കിന്റെ കളറൊക്കെ മാറി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച 1 ഓണിയൻ ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇച്ചിരി വലിയ പീസായിട്ട് അരിയണം. ഇതൊന്നും നന്നായിട്ടിട്ട് വഴറ്റുമൊന്നും വേണ്ട. അതിൻ്റെ ഒരു എന്താ പറയാ, ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു പാകം വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാം. ഞാനൊരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. നമ്മൾ ഓൾറെഡി പാസ്തയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം എന്തോരം ഉപ്പ് വേണം എന്നുള്ളത്. ഞാൻ നമ്മുടെ പാസ്ത തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ വേവിക്കാനായിട്ട്, അതിലേക്ക് ഒരു അല്പം ഓയിലൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്താണ്. 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി ഓയില്. കണ്ടോ, ഇതൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 മഷ്റൂം ഇച്ചിരി വലിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്താണ്, അത് ഇട്ട് കൊടുക്കാം. ഞാൻ വൈറ്റ് സോസിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾ ഇടാതെ വെറുതെ പാസ്ത വൈറ്റ് സോസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി വെജിറ്റബിൾ ഉള്ളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിന് പകരം ചിക്കൻ്റെ ചെറിയ പീസുകൾ അങ്ങനെയൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇച്ചിരി പെപ്പറും ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഫ്രൈ ചെയ്ത് കുറച്ച് ചിക്കൻ പീസ് ഇടാൻ പറ്റും. കുറച്ചല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. മഷ്റൂം ഒക്കെ ഇടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം അരിഞ്ഞത് അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെന്താ വേണ്ടതെന്നറിയാമോ? ഈ നിൽക്കുന്ന എന്താണെന്നറിയാമോ? ഇതാണ് സ്പ്രിംഗ് ഒണിയൻ. ഞാനിവിടെ തന്നെ വളർത്തിയെടുക്കുക. ചെറിയ ഒണിയൻ ഇല്ലേ, ചെറിയ ഉള്ളി കുഴിച്ചിട്ടിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഈ പുള്ളി ഞാൻ കട്ട് ചെയ്തെടുക്കാം. ഇതൊന്നും നമ്മൾ വെറുതെ വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടില്ലേ?
നല്ല ഫ്രഷ് സ്പ്രിംഗ് ഓണിയൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. നമുക്കത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത്. ഇതൊക്കെ ഈ സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ കിച്ചണിൽ ഇടയ്ക്കൊന്ന് വെയിലത്ത് വെച്ച് പിന്നെ കിച്ചണിൽ തന്നെ നമുക്കിങ്ങനെ വെക്കാം. കിച്ചണിൽ എവിടെയെങ്കിലും അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് വരുന്നവർ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവർക്കും കാണുമ്പോൾ ഒരു എന്താ പറയുക, ഫ്ലാറ്റിലൊക്കെ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെയും വളർത്തിയെടുക്കാം. ഫ്ലാറ്റിനകത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ ഒരു രസമാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഒരൽപ്പം ഒറിഗാനോ പൗഡർ. ഒറിഗാനോ പൗഡർ നമ്മൾ ഈ പാസ്ത, സ്പെഗറ്റി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതാണ്. ഒരു ഇറ്റാലിയൻ ഫ്ലേവർ. അതും കുറച്ചിട്ട് അപ്പൊ ഇതിനൊരു നല്ല മണം വരണേ. ഇത്രയുള്ള കാര്യം. നമുക്കിനി അതങ്ങ് ഓഫ് ചെയ്യും. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കണ്ടല്ലേ. നമുക്ക് ജസ്റ്റ് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചൂടായിട്ട് പിടിക്കാൻ ഭയങ്കര പാട്. നമ്മളിങ്ങനെ ഇതാ കട്ട് ചെയ്തെടുക്കും, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇങ്ങനെ വരും. ഞെക്കുമ്പോഴേക്കും അതിങ്ങനെ 2 പീസായിട്ട് ആ ഒരു പരുവാകുമ്പോൾ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ചോറെല്ലാം വാർക്കത്തില്ലേ, മറ്റേ ഒരു ഓട്ടയില്ല അങ്ങനെയുള്ള പാത്രത്തിലേക്ക് വാർത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇത് കഴുകുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അതിനു വേണ്ടിയാണ് തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകുന്നത്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു. ഇത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ. 6 ടേബിൾ സ്പൂൺ തന്നെ മൈദ അളന്നെടുക്കണം. ബട്ടർ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ മൈദ എടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടുകയും ചെയ്യരുത്. കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മെഷർമെന്റ് കപ്പിൽ തന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ കട്ടയൊക്കെ ഇങ്ങനെ വെച്ച് ഇപ്പൊ 1 കപ്പ് പാല് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം വേണ്ടി വരുമോ ഇല്ലയോ എന്ന്. ഈ കട്ടകളെല്ലാം ഇങ്ങനെ വിടിച്ചു കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ചാണ് ഈ സമയത്തൊക്കെ ഇടുന്നത്. കണ്ടോ, അതിന്റെ കട്ടയൊക്കെ വിട്ടു. 1/2 കപ്പ് പാലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒട്ടും കട്ടയില്ല, കണ്ടോ. ഈ വിസ്ക് വെച്ച് നന്നായിട്ട് കട്ട കെട്ടിയതെല്ലാം മാറ്റി.
ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. ഓൾറെഡി നമ്മൾ വെജിറ്റബിൾസിന് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ മതി. അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, അര ടീസ്പൂൺ ഒറിഗാനോ, അര ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. ചിലപ്പോൾ ഒറിഗാനോയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് കുറച്ച് പാലൂടെ ചേർത്തോ. നല്ലൊരു സോസ് വേണമെങ്കിൽ എനിക്ക് ഒരു 2 കപ്പ് പാലെങ്കിലും നമ്മൾ ചേർക്കണം, കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ചുകൂടെ വേണം. നമ്മൾ വെജിറ്റബിൾസിനും ഇതിനും എല്ലാം ചേർത്തുകൊണ്ട് നോക്കിയിട്ടേ ഇടാവുള്ളൂ ഉപ്പൊക്കെ. അല്പം കൂടെ, കറക്റ്റ് 2 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി 1.5 കപ്പ് അളന്ന് വെച്ചു, ഇപ്പൊ ഏകദേശം 1/2 കപ്പ് കൂടെ ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, നമ്മളിതാ ഈ വെജിറ്റബിൾസ് ഇല്ലേ എടുത്ത് വെച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ പാസ്ത നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി വെച്ചായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കങ്ങ് തീ ഓഫ് ചെയ്തേക്കാം. ഇത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇരിക്കും തോറും ഇത് ചിലപ്പോൾ ഒന്ന് കുറുകി വരും. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് പാലൂടെ മറ്റേ മൈദയും ബട്ടറും കൂടി ഇട്ടതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിന് ആ ടൈം ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് വൈറ്റ് സോസ് കൂടെ ആഡ് ചെയ്താൽ മതി. ടേസ്റ്റ് നോക്കട്ടെ. ഒരൽപ്പം ഉപ്പൂടെ വേണം. ശരി, ഓർഗാനോ പൗഡർ കൂടെ ഇടുന്നുണ്ട്. എനിക്ക് ഇച്ചിരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് വേണമുണ്ട്, അല്പം എരിവ് കൂടെ ചേർക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന കണക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലേക്കുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്ന്. അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ ഇറ്റാലിയൻ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. ചിലർക്കുണ്ടല്ലോ ചില ഫ്ലേവേഴ്സ് ഇഷ്ടമല്ലാത്ത, അങ്ങനെയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇറ്റാലിയൻ ഫ്ലേവേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബൈ ബൈ, താങ്ക് യു.